ഞാൻ എഞ്ചിനീയറിങ്ങിന് ആദ്യം പോയത് മറ്റേ ആറ്റിങ്ങൽ എഞ്ചിനീയറിംഗ് കോളേജ് IHRD. അപ്പോൾ അവിടെ ചെന്നപ്പോൾ തന്നെ ഭയങ്കര പഠിപ്പ് വൈബ്. ഞാൻ നോക്കിയപ്പോൾ ഭയങ്കര പഠിപ്പ് വൈബ്, മൊത്തം ഭയങ്കര സ്ട്രിക്റ്റ്. അതായത് ഞാൻ സൂപ്പർ കോളേജ്, ഇവിടെ പഠിച്ചാൽ രക്ഷപ്പെടുന്നുള്ളത്. രണ്ടാം ദിവസം റാഗിങ് ഒന്നുമില്ലെന്ന് അവർ പറഞ്ഞു. രണ്ടാം ദിവസം ആയപ്പോഴത്തേക്ക് ഞാൻ നോക്കുമ്പോൾ ടീച്ചേഴ്സിന് വഴിക്കൊന്നു കട്ട റാഗിങ്, ചുറ്റും റാഗിങ്ങിൻ്റെ ബഹളം. ക്ലാസ്സിലൊരു പയ്യൻ, ലോക്കൽ പയ്യൻ, അപ്പോൾ അവനാണെങ്കിൽ അവനവഞ്ചേരിന്നാണ് വരുന്നത്. അതെന്ന് വെച്ചാൽ ആറ്റിങ്ങൾ തൊട്ടടുത്ത സ്ഥലം. അപ്പോൾ അവനാണെങ്കിൽ എന്തിനും പറഞ്ഞാൽ ഇങ്ങനെ വെച്ചിട്ട് എന്താ ചേട്ടന്മാർ വരും, എന്ത് പറഞ്ഞാൽ എൻ്റെ ചേട്ടന്മാർ വരും. അപ്പോൾ അവനെ ടാർഗറ്റ് ചെയ്ത് ബാത്റൂമിൽ കൊണ്ടടിച്ചു. അപ്പോൾ അവൻ നിന്നെ പുറത്തിട്ട് അടിക്കും എന്നുള്ള മോടി നിൽക്കുക, അങ്ങനെ നിൽക്കുക. അപ്പോൾ ഞാൻ ആറ്റിങ്ങൽ തൊട്ടടുത്തുള്ള പള്ളിയിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഞാൻ രാത്രി ആകുമ്പോൾ എനിക്ക് സേഫ്, ഹോസ്റ്റലില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നത് ഞാൻ വെറുതെ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി 4 പേരെ ഞാൻ വിളിച്ചിട്ട്, നീ ഫസ്റ്റ് ഇയർ അല്ലേ നീ ലോഡ്ജിലേക്ക് വാ, നമ്മുടെ ഹോസ്റ്റലിലേക്ക് വാ എന്ന് പറഞ്ഞു. 8 മണിയാകുമ്പോൾ ഹോസ്റ്റലിലേക്ക് വാ എന്ന് പറഞ്ഞിട്ട് ഞാൻ പെട്ട് അകത്ത് പിടിക്കപ്പെടാതെ പോയതാണ്. ഞാൻ ചേട്ടനെ വിളിച്ച് പറഞ്ഞു, ചേട്ടാ ഒക്കെ ഇതുപോലെ പ്രശ്നം. അപ്പോൾ ഇക്കെ തിരുവനന്തപുരത്തുണ്ട്, തിരുവനന്തപുരത്ത് വേറെ സൈഡിലാണ്. അപ്പോൾ ഈ പറഞ്ഞ നീ ഇപ്പോൾ പോകണ്ട, നീ ഒരു 8:30 പോയാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ ഇങ്ങനെ 10ാം ക്ലാസ് എന്നെ അടിപൊളി വെച്ച് എന്ത് ചെയ്യുന്നു. എന്നിട്ട് എന്നെ 2 മണിക്ക് വിളിച്ചു പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട് ആരിഫ്, എൻ്റെ കൂടെ പഠിക്കുന്നത്, ഇക്കടെ കോളേജ് ആരിഫ് വരും എന്ന് വരും, എന്നിട്ട് നീ പോയാൽ മതി. അയാളെന്താ വേറെ കോളേജ് പഠിക്കുന്നത്, ആ പേരും കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ആരിഫ് വന്നു. അപ്പോൾ ആരിഫ് പള്ളി വന്നിട്ട് എന്നെ വിളിച്ചു, വാ ആരെ വിളിച്ചെന്ന് വെച്ചാൽ ഞാൻ ഹോസ്റ്റലിൽ അമ്മ ലോഡ്ജിലാണ് താമസിക്കുന്നത് കൊണ്ടുവന്നു. അപ്പോൾ ആരിഫിനെ എന്നെ വിളിച്ചുകൊണ്ട് കയറി പോയി ലോഡ്ജ് പോയി. സെക്കൻഡിൽ അവന്മാർ ഫസ്റ്റ് ഇയർ വന്നു, ഞാൻ സെക്കൻഡ് ഇയർ പിള്ളേരാണ്. അവന്മാർ ചാടി തുറന്നറിയാണ്ട് എന്തായിക്കാ ഇങ്ങനെ ആരിഫിനെ കൂടെ എന്തായിക്കാ. അപ്പം ഞാൻ ചെയ്യുന്നത് ആരിഫിന് എന്താ ഒന്നുമില്ല, എന്താ ഇവനെ വിളിപ്പിച്ചെന്നാട്ടില്ല, ഓ ഇല്ലൊക്കെ ചുമ്മാ വിളിപ്പിച്ചാ എന്നിട്ട് ശരി ഒന്നുമില്ല അപ്പോൾ പോക്കോ. എന്നെ ആരിഫൊക്കെ തിരിച്ച് വിളിച്ചിട്ട് എന്നിട്ട് ആരിഫൊക്കെ പോയിട്ട് പറഞ്ഞ് എൻ്റെ ഉണ്ട് ആസിഫുണ്ട് ഇവിടെ ഫൈനലിലാണ് പഠിക്കുന്നത്, കണ്ടാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഞാൻ കോളേജിൽ പോയപ്പോൾ ആരിഫിൻ്റെ സെയിം പകർപ്പിൽ ആരിഫിനെ പോലെ തന്നെ ഇരിക്കുന്ന, ഒരു മാറ്റവും ഇല്ല. ആസിഫ് വന്നിട്ട് ഇന്നലെ അനിയൻ വന്നായിരുന്നല്ലേ, ഞാൻ കുഴപ്പമൊന്നുമില്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇനി പ്രശ്നം എനിക്ക് കോളേജിൽ നിന്ന് ഒരു റാഗിങ് ഉണ്ടായില്ല അതുകൊണ്ട്.